ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. അഗ്നിനേത്ര ഭാഗം 11. പകച്ചു നിൽക്കുന്ന അനാമികയെ ഒന്ന് നോക്കി ചിരിച്ച് അവൾ ശ്രീലതയുടെ മുന്നിൽ ചെന്ന് നിന്നു. മേഡം എന്താ പറഞ്ഞേ? മര്യാദക്കാർ താമസിക്കുന്ന വീടാണിതെന്നോ? ആ, സത്യം തന്നെയാ. ചേട്ടൻ്റെ താലി കഴുത്തിലിട്ടിട്ട് അനിയൻ്റെ കൂടെ കിടക്കുന്നവളും ഭാര്യ ആണല്ല എന്ന് പറഞ്ഞതിൻ്റെ സങ്കടം തീർക്കാൻ ഒരുപാട് പെണ്ണുങ്ങളെ കൂടെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവനും ഭാര്യയും മക്കളും എങ്ങനെ ജീവിച്ചാലും അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് അമ്പലദർശനമായി നടക്കുന്ന ഒരു മനുഷ്യനും അത് താപ്പാക്കി കണ്ട് മാഡം പറഞ്ഞ പോലെ കഴപ്പ് തീർക്കാൻ വീട്ടിലെ ഡ്രൈവർ മുതൽ ഓരോ ദിവസം ഓരോരുത്തരുടെ കൂടെ കണ്ട ഹോട്ടലിൽ കയറിയിറങ്ങി നടക്കുന്ന അയാളുടെ ഭാര്യയും ഇത്രയും മര്യാദയോടെ ജീവിക്കുന്നവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എനിക്ക് നിങ്ങളുടെ അത്രയ്ക്ക് മര്യാദയുമില്ല. നേത്രയുടെ വാക്കുകൾ തലയ്ക്ക് അടിയേറ്റ പോലെ നിന്നുപോയി അനാമികയും ലതയും. ഞാനിവിടെ വന്നത് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ്. സോ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ല. പോകും, അഗ്നി സാർ പറഞ്ഞാൽ മാത്രം. അതും പറഞ്ഞ് അവിടെ കിടക്കുന്ന സോഫയിൽ ചെന്നി നിന്ന് അവിടെ ഉണ്ടായിരുന്ന പത്രമെടുത്ത് വായിച്ചു തുടങ്ങി നേത്ര. കനലെരിയുന്ന കണ്ണുകളോടെ നേത്ര പറഞ്ഞതും അനാമികയുടെയും ശ്രീലതയുടെയും കണ്ണുകളിൽ പകയെരിഞ്ഞു. തങ്ങളെ പറ്റിയുള്ള സത്യങ്ങൾ എല്ലാം ഇവൾ എങ്ങനെ അറിഞ്ഞു എന്ന ചിന്ത അവരിൽ സംശയമുണ്ടാക്കി. അതിൽ കൂടുതൽ അവൾ പറഞ്ഞ കാര്യങ്ങൾ മറ്റാരെങ്കിലും കേട്ട് കാണുമോ എന്ന ഭയത്താൽ അവർ തങ്ങൾക്ക് ചുറ്റും നോക്കിയതും ചുവരിൽ ചാരി നെഞ്ചിൽ കൈ പിണച്ചു കെട്ടി നിൽക്കുന്ന അഗ്നിയെ കണ്ടതും അവയുടെ മുഖം അപമാനഭാരത്താൽ കുനിഞ്ഞുപോയി. അത് കണ്ട അഗ്നിയിൽ എന്തുകൊണ്ടോ വല്ലാത്തൊരു സംതൃപ്തി നിറഞ്ഞു. ഒപ്പം അപമാനഭാരത്താൽ അവരുടെ തല കുനിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷവും. ഇത്രയും കാലം മറ്റുള്ളവർക്ക് മുന്നിൽ താൻ അപമാനിതനായി നിന്നപ്പോഴുള്ള തൻ്റെ അവസ്ഥ ഇന്ന് അതേ അവസ്ഥയിൽ നിൽക്കുന്നവരെ കണ്ടതും അവൻ്റെ മനസ്സ് നിറഞ്ഞു. അതൊരു പുഞ്ചിരിയായി അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു. അതേ ചിരിയോടെ അവൻ സോഫയിലിരിക്കുന്ന നേത്രയിലേക്ക് നോട്ടം ചെന്നതും അവരെ ആരെയും ശ്രദ്ധിക്കാതെ പത്രം വായിക്കുന്നവളെ കണ്ടതും അവൻ ചിരിയടക്കാൻ പാടുപെട്ടു. എന്നാൽ അവൻ്റെ മുഖത്തെ ചിരി കണ്ടതും അനാമിക അവനെയും നേത്രയെയും പകയെരിയും കണ്ണുകളോടെ നോക്കി റൂമിലേക്ക് നടന്ന് വാതിൽ വലിച്ചടച്ചു. ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയതും ശ്രീലതയും മുറിയിലേക്ക് നടന്നു. തൻ്റെ അടുത്ത് നിന്നവർ പോയി എന്ന് മനസ്സിലായതും നേത്ര പത്രം മടക്കി സോഫയിലിട്ട് കണ്ണടച്ച് 2-3 പ്രാവശ്യം ശ്വാസം നീട്ടി വലിച്ചു വിട്ടു. കണ്ണു തുറന്നതും കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന അഗ്നിയെയാണ്. അവൻ്റെ കണ്ണുകൾ തന്നിൽ തന്നെയാണ് എന്ന് കണ്ടതും അത്രയും നേരം ഉണ്ടായിരുന്ന ധൈര്യം ചോർന്നു പോകുന്ന പോലെ അവൾക്ക് തോന്നി. അവൾ അറിയാതെ സോഫയിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. കം വിത്ത് മീ, അത്രമാത്രം പറഞ്ഞ് അഗ്നി തിരിഞ്ഞ് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നടന്നു. ഒരു നിമിഷം ഇനി താൻ നേരിടാൻ പോകുന്ന ചോദ്യങ്ങൾ എന്താകുമെന്ന് അതിനെന്ത് മറുപടി നൽകണമെന്നും മനസ്സിലുറപ്പിച്ച് നേത്ര അവനെ അനുഗമിച്ചു. അഗ്നി നേരെ ചെന്നു കയറിയത് അവൻ്റെ റൂമിലേക്കായിരുന്നു. അത് കണ്ടതും റൂമിലേക്ക് കയറാതെ അവൾ മുറിക്ക് പുറത്ത് മടിച്ചു നിന്നു. റൂമിലേക്ക് കയറിയ അഗ്നി പിന്നിൽ കാൽ പെരുമാറ്റം നിന്നതും സംശയത്തോടെ തിരിഞ്ഞു നോക്കി. മുറിക്ക് പുറത്ത് നിൽക്കുന്നവളെ കണ്ടതും അവൻ സംശയത്തോടെ അവളെ നോക്കി. വാട്ട്, വൈ ആർ യു സ്റ്റാൻഡിങ് ദർ? അത് ഞാൻ ബെഡ്റൂം, എനിക്ക്. അതുവരെ ഇല്ലാതെയിരുന്ന പതർച്ച അവളുടെ ശബ്ദത്തിൽ കലർന്നു. താഴെ സിംഹത്തെ പോലെ ഗർജിച്ചവൾ ആലോചിച്ചതും അഗ്നിക്ക് ചിരി വന്നു. എന്നാൽ അവൾ കാണാതെ അത് മറച്ചു പിടിച്ചു. എന്താ? നിന്നെ ഈ റൂമിലേക്ക് എൻ്റെ കൂടെ കിടക്കാനല്ല ഞാൻ വിളിക്കുന്നത്. നീ എൻ്റെ പിയാണ്. ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഒപ്പം എപ്പോഴും നിഴൽ പോലെ നിൽക്കുക എന്നതാണ് നിൻ്റെ ജോലിയെന്ന്. അത് നിന്നെപ്പോലെ ഒരു പെണ്ണിന് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീയായി തന്നെയല്ലേ പറ്റുമെന്ന് പറഞ്ഞ് ജോലിക്ക് കയറിയത്. ഇപ്പോൾ പേടിയുണ്ടോ? പുച്ഛത്തോടെ അഗ്നി ചോദിച്ചതും അവളുടെ മുഖത്തെ പതർച്ച മാറി ആത്മവിശ്വാസം നിറഞ്ഞു. അവളുടെ മാറ്റം അവന് മനസ്സിലായി. അവൾ ഉറച്ച കാലുകളോടെ അവൻ്റെ റൂമിലേക്ക് കടന്നു. അവൾ കയറിയെന്ന് കണ്ടതും അവൻ തൻ്റെ ദേഹത്തിട്ടിരുന്ന ടവൽ എടുത്ത് ബെഡിലിട്ടു.
അവനെ തന്നെ നോക്കി നിന്നിരുന്ന നേത്ര അത് കണ്ടതും പെട്ടെന്ന് മുഖം തിരിച്ചു. ഒരു നിമിഷത്തിന് ശേഷം തൻ്റെ മുഖത്തടിക്കുന്ന നിശ്വാസത്തിൽ നിന്നും തന്നെ പൊതിയുന്ന പെർഫ്യൂമിൻ്റെ ഗന്ധത്തിൽ നിന്നും തനിക്കടുത്ത് അഗ്നി നിൽക്കുന്നുണ്ട് എന്ന് നേത്ര തിരിച്ചറിഞ്ഞു. അവളെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. ദേഹം വിറയിൽ കൊണ്ടു. ഒരു പിടച്ചിലൂടെ അവൾ മുഖം തിരിച്ച് മുന്നിലേക്ക് നോക്കി. 1 ഇഞ്ച് അകലത്തിൽ തൻ്റെ മുന്നിൽ നിൽക്കുന്ന അഗ്നിയെ കണ്ടതും അവൾ ശ്വാസം പോലും എടുക്കാൻ മറന്ന് അവനെ നോക്കി നിന്നു. അവളുടെ പിടച്ചിലും വിറയലും കണ്ടതും അവനിൽ കുസൃതി നിറഞ്ഞു. അവൻ ഒന്നുകൂടി അവളിലേക്ക് ചേർന്നു നിന്നു. സർ, പതർച്ചയോടെ അവൾ വിളിച്ചതും അവൻ്റെ മിഴികൾ അവളെ വിറയ്ക്കുന്ന അതരങ്ങളിൽ എത്തി നിന്നു. അത് കണ്ടതും അവൾ ഞെട്ടി അവൻ്റെ നെഞ്ചിൽ കൈവച്ച് പിന്നിലേക്ക് തള്ളി. എന്നാൽ 1 ഇഞ്ച് പോലും അവൻ പിന്നിലേക്ക് പോയില്ല. പകരം ഒന്നുകൂടി അവളിലേക്ക് ചേർന്ന് നിന്നു. അവർ തമ്മിലുള്ള അകലം അവൻ്റെ നെഞ്ചിലിരിക്കുന്ന കൈകൾ മാത്രമായി. നൗ ടെൽ മീ, നേത്ര വിഘ്നേഷ്, താഴെ നീ പ്രസംഗിച്ച ചരിത്രം എങ്ങനെയാണ് നീ അറിഞ്ഞത്? സത്യം, സത്യം മാത്രമാണ് എനിക്ക് കേൾക്കേണ്ടത്. എൻ്റെ ബന്ധുക്കൾ പോലും അറിയാത്ത കാര്യങ്ങൾ എൻ്റെ ഓഫീസിൽ ദിവസങ്ങൾക്ക് മുന്നേ വന്ന നീ എങ്ങനെ അറിഞ്ഞു? അത് ചോദിക്കുമ്പോൾ അവളുടെ മുഖത്ത് സംശയിക്കത്തക്ക രീതിയിൽ വല്ല ഭാവമാറ്റവും വരുന്നുണ്ടോ എന്ന് അവൻ നോക്കിയെങ്കിലും കൂളായി നിൽക്കുന്നവളെ കണ്ടതും അവളുടെ മറുപടിക്കായി അവൻ കാത്തുനിന്നു. എനിക്ക് സത്യമെന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് അതെല്ലാം. അനാമിക, അഗ്നിദത്ത് വർമ്മയുടെ മുൻ ഭാര്യ, സ്വന്തം ഭർത്താവ് ആണല്ല എന്ന് തെളിയിക്കുവാൻ ഉണ്ടാക്കിയ ഫേക്ക് റിപ്പോർട്ട്. അതുണ്ടാക്കിയത് യാദവ് വർമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഡോക്ടർ വരുണാണ്. ആർക്കും അറിയില്ല എന്ന് അവർ കരുതിയ രഹസ്യം അത് ഞാൻ അറിഞ്ഞത് വരുണിൻ്റെ ഫ്രണ്ടായ ഡോക്ടർ എഡ്വിൻ ജേക്കബ് എന്ന വ്യക്തിയിലൂടെയാണ്. നേത്ര പറഞ്ഞതും എഡ്വിൻ ആരെന്നുള്ള സംശയം അഗ്നിയിൽ നിറഞ്ഞു. വരുണിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എഡ്വിൻ. എഡിച്ചായനും ഞാനും തമ്മിൽ ഡോക്ടർ വരുണിനെ അറിയാത്ത ഒരു ബന്ധമുണ്ട്. ആരവൻ നിൻ്റെ? അഗ്നി ചോദിച്ചതും നേത്ര പകച്ച് അവനെ നോക്കി. ഇത്രയും കാര്യമായി അവൻ്റെ ലൈഫിലെ ഒരു രഹസ്യത്തെ പറ്റി പറയുമ്പോൾ ഇങ്ങനെയൊരു ചോദ്യം, അതും വളരെ അധികാരഭാവത്തോടു കൂടി. അവളുടെ നോട്ടം കണ്ടതുമാണ് അഗ്നിക്ക് താൻ എന്താണ് അവളോട് ചോദിച്ചത് എന്ന ബോധം വന്നത്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയൊരു രഹസ്യം തന്നോട്, അതും അയാളുടെ ഫ്രണ്ടായ വരുൺ അയാളെ വിശ്വസിച്ച് പറഞ്ഞ കാര്യം തന്നോട് എന്തിനാണ് പറഞ്ഞത് എന്നാണ്. അവൻ്റെ തപ്പിത്തടയിൽ കണ്ട് അവൾക്ക് സംശയം തോന്നിയെങ്കിലും അവൾ തുടർന്നു. മനഃപൂർവ്വം പറഞ്ഞതല്ല. ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് കയറുമ്പോൾ ആ കമ്പനിയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കി വെക്കാറുണ്ട്. ഇവിടെ ജോലി ആയപ്പോൾ ആ കാര്യം ഞാൻ എഡിച്ചതിനോട് പറഞ്ഞപ്പോൾ കമ്പനിയുടെ പേരും സാറിൻ്റെ പേരും ഒക്കെ പറഞ്ഞപ്പോൾ യാദൃശ്ചികമായാണ് ഈ കാര്യം ഇച്ചായൻ എന്നോട് പറഞ്ഞത്. ഇന്ന് അവർ എന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നതുകൊണ്ടാണ് അത് വിളിച്ചു പറഞ്ഞത്. ഫേക്ക് റിപ്പോർട്ടിനെ പറ്റി മാത്രമല്ല, യാദവും അനാമികയും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെപ്പറ്റിയും വരുൺ കുടിച്ച് ബോധമില്ലാതിരുന്ന സമയത്ത് എഡിച്ചായനോട് പറഞ്ഞിരുന്നു. യാദവ് തൻ്റെ ആത്മമിത്രമായ വരുണിനെ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഉള്ളിൽ ലഹരി ചെന്നപ്പോൾ പുറത്തേക്ക് വന്നു പോയതാണ്. എന്നാൽ എഡിച്ചായൻ അതൊന്നും മറന്നിരുന്നില്ല. അതിന്ന് എനിക്ക് ഉപകാരമായി. നേത്ര ഉറപ്പോടെ പറഞ്ഞതും അവളുടെ വാക്കുകളിൽ കള്ളത്തരമുള്ളതായി അഗ്നിക്ക് തോന്നിയില്ല.